കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വര. ലോകം അവസാനിക്കാറായോ? സംഭവം ലോകം അവസാനിച്ചാലും ശരി, ശരത്ത് നല്ല ഉറക്കത്തിലാണ്. എൻ്റെ ഉറക്കം കാണുമ്പം ജിമ്മിൽ പോകാൻ തോന്നില്ല. രാവിലെ എണീച്ച് പല്ലേക്കൽ എൻ്റെ ടാസ്ക് ആയിരുന്നു. പിന്നെ പല്ലൊക്കെ തേച്ച് കുറച്ച് ക്രിയാറ്റിൻ കൊടുക്കുക വെച്ചു. ക്രിയാറ്റിൻ കുടിച്ചാൽ തന്നെ ഭയങ്കര എനർജിയാണ് ജിമ്മെന്ന്. വർക്കൗട്ട് ചെയ്യാനായാലും എന്തിനായാലും ശരി കുറച്ച് എനർജി ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ അതൊക്കെ അങ്ങനെ അടിച്ച് കയറ്റി. സംഭവം ക്രിയാറ്റിൻ അടിച്ചാലും പഴം നമുക്ക് മസ്റ്റാണ്. പഴം ഇല്ലെങ്കിൽ ഒരു ദിവസം പോക്കണം. സംഭവം വണ്ടി ചെറിയ പണിയിലായതുകൊണ്ട് തന്നെ വണ്ടി എടുക്കാൻ പറ്റില്ല. നമ്മൾ നടന്ന് വേണം പോകാൻ. നേരെ നടക്കാം. രാവിലെ നടക്കുന്ന ടൗണിലേക്കൂടെയാണ് കാണാൻ നല്ല രസമാട്ടാ. അങ്ങനെ നമ്മൾ ജിമ്മിലെത്തി. ഇതാണ് നമ്മളെ ജിമ്മ്, പ്രൈം ഫിറ്റ്നസ്. ജിമ്മിലേക്ക് ഒരു 15 മിനിറ്റ് നടക്കേണ്ട ദൂരമുണ്ട്. പക്ഷെ നമുക്ക് നടക്കലത്തൊരു പുത്തില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എത്തി. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ജിമ്മിലേക്ക് പോകുന്നുണ്ട്. മറ്റേ തഞ്ചാവൂരൊക്കെ പോയി, അതിനുശേഷം പിന്നെ ചെറിയ പനിയായി, പിന്നെ ജിമ്മിലേക്കേ പോയിട്ടില്ല. അപ്പം പിന്നെ 2 ദിവസം ഇന്നലെ കുറച്ച് ദിവസം 2 ദിവസം പോയി വന്നിട്ട് പിന്നെ പോയിട്ടില്ല. നമ്മൾ ട്രൈപ്പോഡൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി വല്ലതും ജിമ്മത്തെ ആശ സമ്മതിച്ചിട്ട് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാം. ജിമ്മത്തെ വിശേഷങ്ങൾ കുറച്ച് കാണിച്ചു തരാം. ഇന്നെനിക്ക് ചെസ്റ്റിൻ്റെ കളിയുണ്ട്. അപ്പോൾ വാമ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് റിലാക്സായി ചെസ്റ്റിന് കളിക്കാൻ വെച്ചു. ചെസ്റ്റിൻ്റെ കളിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിയാണ് ബെഞ്ച് പ്രസ്. സംഭവം വെച്ചാൽ കുറേ ദിവസമായി ജിമ്മിന് പോയിട്ട്. അപ്പോൾ ലീവൊക്കെ ആയതുകൊണ്ട് തന്നെ വെയിറ്റൊന്നും അങ്ങോട്ട് പഴയ പോലെ പൊങ്ങണില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. രജു എത്തിയിരിക്കുന്നു ഗൈസ്. മടിയൻ എണീക്കാൻ ലേറ്റ് ആയിട്ട്. രജു എത്ര മണിക്ക് എണീറ്റാ? സംഭവം രജു വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉഷാറാണ് ഞാൻ. അങ്ങനെ ഞാനും രജുവും കൂടെ വർക്കൗട്ട് തുടങ്ങി. ഒന്നും പറയണ്ട. എടുക്കുന്ന വെയിറ്റ് വേണ്ട എൻ്റെ മോനെ. ചെക്കനെ ഇവിടുത്തെ മെയിൻ സീനാണ്. അവനവിടുത്തെ വെയിറ്റ് ഒന്നും പോരാ. വീഡിയോ എടുക്കുകൊണ്ട് അറിയില്ല. രജു ഇന്ന് ഭയങ്കര വർക്കൗട്ടാണ്, മൊത്തം മാസ്. അങ്ങനെ രജുവിൻ്റെ കൂടെ കഴിഞ്ഞു. അടുത്ത ഞാൻ സംഭവം പൊങ്ങുന്നൊന്നും ഇല്ലെങ്കിലും കഷ്ടപ്പെട്ട് എടുക്കുക തന്നെ, വേറെ വഴിയില്ല. വന്നുമില്ലേ പിന്നെ വീഡിയോ എടുക്കണം. അതുകൊണ്ട് തന്നെ എങ്ങനെയല്ലോ മുക്കിപ്പൊക്കി എടുത്തു. ആ രജു വെയിറ്റ് കൂട്ടിയിട്ടിട്ടാണ് പോയെ. ജിമ്മിലാശാൻ സത്യം പറഞ്ഞാൽ അടിപൊളി കേട്ടോ. എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഇവനെ പറ്റി പറയാനാണെങ്കിലും ഒരു വ്ളോഗ് മൊത്തം ഇവനെ മാത്രം എടുക്കേണ്ടി വരും. പ്രാർത്ഥിക്കുന്ന ആശാൻ ബൈ. അങ്ങനെ നമുക്ക് ഒരു സാധനം കൊറിയർ ഉണ്ട്. അതിലേക്ക് വേണ്ടി നമ്മൾ DTDCയിൽ വേണ്ടിയില്ല. സംഭവം ഞാൻ പോകുമ്പോഴത്തേക്ക് ആ സംഭവം തുറന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഇവിടെ ഏട്ടം വന്നു. ഞാൻ തുറന്ന് സാധനം എടുത്ത് അവിടെ തന്നെ പൊളിച്ചിട്ട് നമുക്ക് കാണിച്ചു തരും. എന്നാലേ തരൂലു. അപ്പോൾ ജിമ്മിന് പോയിട്ട് വരാൻ കുറച്ച് ലേറ്റായി. അപ്പം പെട്ടെന്ന് മാറ്റിയിട്ട് ഷോപ്പിൽ പോയിട്ട് അപ്പം മറ്റേ വന്ന സാധനത്തിൻ്റെ ഡീറ്റെയിൽസും ബാക്കി ഡീറ്റെയിൽസ് അല്ല ബാക്കി ആ സാധനം ഞാൻ വന്നിട്ട് കാണിച്ചു തരാം. അപ്പം നൈറ്റ് ആണോ? ഹലോ, അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇവൻ കുറേ ജിമ്മിൻ്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലേ, ജിം റുട്ടീൻ. ആദ്യമായിട്ടപ്പം ഒന്ന് പോകുന്നു കുറേ ദിവസത്തിന് ശേഷം. അപ്പോൾ ഞാൻ പോയിട്ടില്ല, കാലിന് ഭയങ്കര പ്രശ്നമായി. നാളെ ജിമ്മിന് വരണം, കളിക്കാൻ പറ്റില്ല. പക്ഷെ വേറെ സപ്പോർട്ടിന് വരാം. അതെ, നാളെ ഞങ്ങളുടെ ഉപ്പൻ്റെ കൂടെ ഉണ്ടാവും നമ്മളെ വീഡിയോയിൽ. ഞാൻ ആകെ ക്ഷീണിച്ചുല്ലേ, എന്ത് ചെയ്യാനാ, കാല് ആകെ പറ്റായി. എത്ര പ്രതീക്ഷയില്ല, ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. വീണ്ടും ഡോക്ടറെ പോയി കാണിച്ച് 10 ദിവസം മരുന്നൊക്കെ കഴിച്ച് ഇപ്പോൾ വീണ്ടും ശരിയായി പോലെ. ഇങ്ങനെയൊക്കെ പോകുന്നു ഇപ്പോൾ. അപ്പം ഇന്ന് ഞങ്ങൾ ഇവർ സാധനം വാങ്ങിയിരുന്നു. എന്താ സാധനം ഒന്ന് കാണിച്ചു കൊടുത്തേ. പിന്നെ പീനട്ട് ബട്ടർ മേടിച്ചിട്ടുണ്ട്. അമ്പോ, സംഭവം വിശപ്പടക്കാൻ വേണ്ടിട്ട് ചെക്കൻ മേടിച്ചതാ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ചായ കുടിച്ചൊന്നും ഒതുങ്ങുന്നില്ല. ചായ ഒരു ഓപ്ഷൻ ഒന്നും ആവുന്നില്ല. പക്ഷെ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര വിശപ്പിന് അടിപൊളി സാധനം. അതെ, വിശപ്പടകം. എന്താ സംഭവം സംഭവം എന്താ വെച്ചാല് ചോറ് പൊരിച്ചെടുത്തിട്ട് ദോശ പോലെ കേക്ക് പോലെ. അങ്ങനെ വിശപ്പടക്കാൻ വേണ്ടിട്ട് പഠിച്ചത്. എത്രയുടെ 750 അല്ലേ? കൊള്ളാം. എനിക്കും കുഴപ്പമില്ല. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് ഈ സാധനത്തിന്റെ നല്ല കൊള്ളാം.
അത്യാവശ്യം കൊള്ളാം, അത്ര അടിപൊളിയൊന്നുമല്ല. എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇപ്പം പിന്നെ വിശപ്പുള്ള സമയത്ത് എന്തും എനിക്ക് അങ്ങനെ പോകും, അതുകൊണ്ട് പ്രശ്നമില്ല. ആണോ കുറെ മേടിച്ചിട്ടുണ്ട്, സംഭവം കുറെ പൊതി ഉണ്ട്, പൊതി മാത്രമേ ഉള്ളൂ, കനൊന്നുമില്ല. എനിക്ക് പിന്നെ തിന്നുന്ന സമയത്ത് കനത്തിലാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനം മേടിക്കില്ല. മുട്ട തിന്നാൻ മടിയായിട്ടുള്ളത് മേടിച്ച് അതെ അല്ലേ, അതവിടെ എടുത്ത് വെച്ചോ. ഞാൻ വൈകുന്നേരത്തെ വരാം കേട്ടോ, ചായ കുടിക്കാൻ പോകുന്ന നേരത്തെ എന്നെ വിളിച്ചേക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളെ അശ്വിൻ പങ്കുവെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അല്ലല്ല, കുറച്ച് വീഡിയോസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ ഞങ്ങൾ കുറച്ച് ഡിലേ ഉണ്ടല്ലോ വീഡിയോസ് അല്ലേ, കുറച്ച് എഡിറ്റിങ് കാര്യം ഭയങ്കര ഷോപ്പിന്റെ ഒരു ഇതിലോണ്ട് അതെ എല്ലാം കൂടെ നടക്കുന്നില്ല. സമയം നടക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ സമയം കണ്ടെത്തി നിങ്ങളിലേക്ക് ഫുള്ളായിട്ട് വരുന്നതായിരിക്കും അല്ലേ. നല്ലൊരു കംബാക്ക് അല്ല, നമ്മളൊരു തുടക്കം. നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ, ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും, ഞങ്ങൾക്ക് അറിയാം അല്ലടാ. അപ്പോൾ വീഡിയോ നിർത്തിയാലോ. അപ്പോൾ നാളെ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. കൂടെ അശ്വിനാണ് ശരത്. ബൈ.